രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഹൈന്ദവ വിശ്വാസികൾക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു നന്ദഗോവിന്ദം ഭജൻസിന്റെ ആ ക്രൈസ്തവ ഗാനാലാപനം എന്നാണ് രണ്ടുപേർ ഇവിടെ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ശ്രീ അനിൽ വിളയിലും ശ്രീ വിനു കിരിയത്തും. ശരി, രാഹുൽ പറഞ്ഞു. ഇത് അങ്ങേക്ക് കാണാൻ കഴിയുമോ അറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ നടക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിലാണ്. സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിൽ ഹിന്ദു സന്യാസിമാർ, കാഷായധാരികളായ ഹിന്ദു സന്യാസിമാർ ഉണ്ണിയേശുവിന്റെയും അമ്മ മേരിയുടെയും യേശുക്രിസ്തുവിന്റെയും ചിത്രങ്ങൾ വെച്ച് അതിനു ചുറ്റും ആരതി ഉരിയുന്ന കാഴ്ചകൾ നമുക്ക് മനോഹരമായി കാണാൻ കഴിയും. സംഭവിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസിമാരിൽ ഒരാളായ സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠിലാണ്. ഞാൻ ആ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ടില്ലെങ്കിൽ ആർക്കും ബേലൂർ മഠ് ക്രിസ്മസ് എന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. സ്വാമി വിവേകാനന്ദന്റെ പാതയാണ് നമുക്ക് വേണ്ടത്. സ്വാമി അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ നൂറ്റാണ്ടുകളായി, 1000 വർഷങ്ങളായി അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുസ്ലിമായ വാവരെ തൊഴുതിട്ട് വെളുത്തെ ആദരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റായ ദ്രൗപദി മുർമുജി ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ രാഷ്ട്രപതിയായ അല്ലെങ്കിൽ പ്രസിഡന്റായ ദ്രൗപദി മുർമുജി ഇവിടെ എത്തിയപ്പോ അയ്യപ്പന്റെ പാതയിൽ ആദ്യം തന്നെ അയ്യപ്പന്റെ സുഹൃത്തായ മുസ്ലിം വാവരുടെ അവിടെ പോയി അവിടുത്തെ വാവരുടെ മതസൗഹാർദ്ദത്തിന്റെ നിമിഷങ്ങളാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ രാഹുൽ, ഇവിടുത്തെ ഈ ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം ഭജൻസ് എന്നാണ്, നന്ദഗോവിന്ദം ഭജൻസ് എന്നാണ്. അപ്പോൾ ഭജനയുടെ ചിട്ടവട്ടങ്ങളുണ്ട്, അതിൽ നിന്ന് ഇവർ വ്യതിചലിച്ചു എന്നാണ് പറയുന്നത്. അതാണ് അവർക്കെതിരെയുള്ള വിമർശനത്തിനും ആരോപണത്തിനും കാരണം. ഞാൻ എന്റെ വാദം മുമ്പോട്ട് വെച്ചോട്ടെ. ഇതാണ് അയ്യപ്പന്റെ പാത. അത് ഇന്നും ഇന്നലെയുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നും ഇന്നലെയുമല്ല, നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയും നമ്മുടെ അയ്യപ്പ ഭഗവാന്റെ സങ്കല്പങ്ങളുടെയും യാത്രയുടെയും ഭാഗമാണ്. ഈ നാടിന്റെ മഹത്വം അതാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് പോലും അതിനെ അംഗീകരിച്ചാ വരുന്നത്. പ്രസിഡന്റിനും അയ്യപ്പനും മാത്രമാണ് പോസ്റ്റ് ഓഫീസ് സ്വന്തമായുള്ളത് നമ്മൾ ആലങ്കാരികമായി പറയുന്നുണ്ട്. ഇവിടെയും സംഭവിച്ചത് എന്താണ്? നന്ദഗോവിന്ദം ഭജൻസിന്റെ ഫ്രെയിംവർക്ക് യഥാർത്ഥത്തിൽ ഹിന്ദു സനാതന ധർമ്മ ഫ്രെയിംവർക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ഫ്രെയിംവർക്കിലൂടെയാണ് നമുക്ക് എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്നത്. ഇന്ന് കാണുന്ന മതസൗഹാർദ്ദം ഓർക്കുക, ഇടതുപക്ഷക്കാർ പറയുന്ന മതേതരത്വമല്ല, നെഹ്റുവിയൻ സെക്യുലറിസം അല്ല, പക്ഷേ ഗാന്ധിയൻ സെക്യുലറിസം, ഗാന്ധിയൻ ബഹുസ്വരത, മതസൗഹാർദ്ദം, സാഹോദര്യം ഇന്ന് കാണുന്ന രീതിയിൽ ലോകത്തെ പഠിപ്പിച്ചത് നമ്മുടെ സ്വാമി വിവേകാനന്ദനാ. അതായത് 1893 ലോക മതമഹാസമ്മേളനത്തിന് പോയി എല്ലാ പാതകളിലൂടെയും ദൈവത്തിൽ പേരിട്ടുകൊണ്ട് അവർക്ക് എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് ഇല്ല എന്ന നിലപാടാണ് ഇവിടെ രണ്ടുപേരും സ്വീകരിച്ചത്. അതിനുള്ള മറുപടി എന്താ? അല്ലല്ല, ഒരു സെക്കൻഡ് ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്താം. എന്താ ക്രിസ്ത്യൻ ഭജൻസ് ഉണ്ടായിക്കൂടെ? ഇസ്ലാമിക ഭജൻസ് ഉണ്ടായിക്കൂടെ? ഭജൻസ് എന്ന വാക്ക് നമ്മുടെ ആണെന്നേ ഉള്ളൂ. അതായത് ദൈവം എന്ന വാക്ക് നമ്മളാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ദൈവം എന്ന പദം ഉപയോഗിക്കുന്നില്ലേ? മുസ്ലിങ്ങൾ ദൈവം എന്ന പദം ഉപയോഗിക്കുന്നില്ലേ? അള്ളാഹു എന്ന പദത്തിനൊപ്പം പടച്ചോനൊപ്പം ദൈവം ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും എല്ലാവരുടേതുമാണ്. ആ എല്ലാവരുടേതാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇൻക്ലൂസീവും പ്ലൂറലിസ്റ്റിക്, സെക്കുലർ അല്ല, മതേതരമല്ല, മതസൗഹാർദ്ദവാദികളാവുമ്പോഴാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരാം. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ നന്ദഗോവിന്ദം ഭജൻസിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? നന്ദ കുന്തിരിക്കം ഭജൻസ് എന്നൊക്കെ പറഞ്ഞവരെ അപമാനിക്കുകയാണോ? അവർ നമ്മുടെ ഹിന്ദുക്കളുടെ അഭിമാനമാണ്. ആ അഭിമാനം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏറ്റെടുക്കുന്നെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസിനെ നമ്മൾ അഭിമാനത്തോടെ കാണണം. ഒന്ന് ആലോചിച്ച് നോക്ക്. യേശുദാസ് സാർ ഏറ്റവും മനോഹരമായ, യേശുദാസ് എന്നല്ലേ പേര്, എന്നാൽ സ്വാമി അയ്യപ്പനെയും ഗുരുവായൂരപ്പന്റെയും ഏറ്റവും മനോഹരമായ ഭക്തിഗാനങ്ങൾ പാടിയത് യേശുദാസ് സാർ അല്ലേ? അപ്പൊ നമ്മുടെ നാടിന്റെ മഹത്വം മതേതരത്വം അല്ല, മതസൗഹാർദ്ദം. അവിടാണ് അനിൽ വിളയിൽജിയോട് എനിക്ക് വിയോജിപ്പുള്ളത്. മതേതരത്വം വേണ്ട, പക്ഷെ മതസൗഹാർദ്ദമാകാം, മതസാഹോദര്യമാകാം. ഇതുകൊണ്ടുകൂടെയാണ് RSSന്, സംഘപ്രസ്ഥാനങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും ഈസായി രാഷ്ട്രീയ മഞ്ചും ഉള്ളത്. അതായത് നമ്മുടെ സഹോദര സമുദായങ്ങളെ ചേർത്ത് നിർത്താനും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കൊണ്ടുവരുന്നത് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിജിയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്, അവരെ ചേർത്ത് നിർത്തണമെന്ന ആഗ്രഹം. ഒരു പോയിന്റ് കൂടി വന്നിരുന്നു. ഗണഗീതം പാടുവാൻ ഇവർ വിസമ്മതിച്ചിരുന്നു, ഇവരുടെ ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ. സമ്മതിച്ചോന്നറിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സംശയവുമില്ല, ഗണഗീതവും പാടണം. എന്താ പ്രശ്നം? നമസ്കരിപ്പു ഭാരതം അങ്ങേ എന്ന കേശവ് ബൽറാം ഹെഡ്ഗേവാർജിയെയോ ഗുരുജി ഗോൾവൽക്കറിനെയോ സ്മരിക്കുന്ന മനോഹരമായ ഗണഗീതമാണ്. എനിക്ക് ആ ഗണഗീതം, ഞാൻ RSS കാരനല്ല, പക്ഷെ എനിക്ക് ഗണഗീതം നന്നായിട്ട് അറിയാം. അങ്ങനെ പാടുമ്പോഴല്ലേ ഇൻക്ലൂസിവിറ്റി ഉണ്ടാകുന്നത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എതിർപ്പ് കാണാം, പക്ഷേ RSS എന്ന സാംസ്കാരിക സംഘടനയോട് ബന്ധപ്പെട്ട ഒരു രാജ്യസ്നേഹം പാടാൻ, അല്ലെങ്കിൽ പരമ പവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന പാട്ട് നമ്മൾ പാടണം. ആ
പാടുന്നത് വിവാദമാക്കുന്നതിന്റെ നേരെ മറുവശമായി നമ്മൾ മാറിപ്പോരുത്. ഇവിടെ നന്ദഗോവിന്ദം ഭജൻസ് അതിന് സമ്മതിച്ചിട്ടില്ല കേട്ടോ. അവരത് പാടാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് പാടാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. പരമപവിത്രം പാടിയാൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കും. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മിററായി മാറരുത്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ പരമപവിത്രം പാടിയാലോ നമസ്കരിപ്പൂ ഭാരതം അങ്ങേ പാടിയാലോ എതിർക്കും. അത് പാടില്ല. കാര്യം സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്ത കേശവ് ബൽറാം ഹെഡ്ഗേവാർ ജിയും അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പോയിന്റ് ശരിവെക്കുകയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. അപ്പോൾ ഭയക്കേണ്ടവരെ അവർ ഭയക്കുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ ചെയ്തു. അവർ എത്രയോ ഭക്തിഗാനങ്ങൾ പാടുന്നു. ഇനി എന്തെങ്കിലും പൊളിറ്റിക്കൽ അഫിലിയേഷൻ പോയിന്റ് ആദ്യം മുന്നോട്ട് വെച്ചു കേട്ടോ. അല്ല, എനിക്കറിയില്ല കേട്ടോ. പോയിന്റ് ആദ്യം മുന്നോട്ട് വെച്ചു. ഞാൻ കേട്ടു. ഞാൻ സോഷ്യൽ മീഡിയയിലാണ്. ഞാൻ നന്ദഗോവിന്ദ ഭജൻസ് എന്നല്ല പറഞ്ഞത്. ക്ഷേത്രത്തിൽ പരമപവിത്രം പാടാൻ പോയ പല ക്ഷേത്രങ്ങളിലും തടസ്സപ്പെടുത്തിയെന്നാ പറഞ്ഞത്. അയ്യോ, എനിക്കറിയില്ല. അങ്ങനെ തെറ്റാണ്. നമ്മളതിനെ എതിർക്കണം. അതായത് പരമപവിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതാംബയെ പൂജിക്കുന്നതാണ്. അവിശ്വാസികൾ ക്ഷേത്രം ഭരിക്കണ്ട. ഇവിടെ അവിശ്വാസികളാണ് കേരളത്തിലെ സകല ക്ഷേത്രങ്ങളിലും ഉള്ളത്. അപ്പൊ ഇത് ഇതിന്റെ അപ്പുറം സംഭവിച്ചു. ശരി, ഷാബു ഒരു അസുലഭ നിമിഷമാണിത്. താങ്കളും രാഹുൽ ഈശ്വറും ഒരേ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും രാഹുലിനെ അനുകൂലിക്കുകയാണല്ലോ താങ്കളില്ലേ ഇവിടെ? അല്ല, എനിക്ക് എന്റെ ഉള്ളൊരു ഇതിന്റെ അകത്തുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ രാഹുൽ ഈശ്വറോട് ഇരിപ്പുണ്ട്, എനിക്കറിയാം. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് ഈ ആയുധം കൊടുത്തതിന്റെ ഒരു വിയോജിപ്പാണ് എനിക്കുള്ളത്. കാര്യം രാഹുൽ ഈശ്വർ ഇതിന് കൈ കിട്ടിയ ഒരു ആഹ്ലാദത്തോടു കൂടിയാണ് അദ്ദേഹം എടുത്തിട്ട് ഈ അലക്കുന്നത്. ഈ മനുഷ്യന്റെ നിലപാട് എന്താണെന്നും ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ളവർക്ക് ആയുധം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ബഹുമാനപ്പെട്ട അനിൽ വിളയില്ലേ, അദ്ദേഹം ഞാൻ ചോദിക്കുന്നത്, അനിൽജി, നിങ്ങൾ എന്തിനാണ് ഇനി വിഷമിക്കുന്നത്? അതായത് നമ്മുടെ ഇവരെ മതേതരത്വം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് ആണ് ഇവിടെ കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത്. ഇങ്ങനെയൊക്കെ അല്ലേ ഇത്? ഈ കാലം മുഴുവനും ഈ മാധ്യമങ്ങളുടെയോ ഈ മറ്റുള്ള ഈ അവസ്ഥ വരെ എത്തിയത് അവരങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞോ അവരെ അപഹസിച്ചോ സമയം കളയേണ്ടതില്ല. ഇവിടെ ഹിന്ദുക്കൾക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അകത്ത് ഇങ്ങനെയുള്ള ചീള് കേസിലൊന്നും പോയി തലവെച്ച് നോക്കൂ. ഇപ്പൊ കണ്ടില്ലേ, ഇനിയിപ്പോ സർവ്വ ചാനലുകളിലും ഇന്ന് ചർച്ച ചെയ്താണ്, സർവ്വ മാധ്യമങ്ങളിലുമുള്ള ചർച്ച ചെയ്താണ്. ഇത് എവിടേക്കാണ്? അതായത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെ റീറൂട്ട് ചെയ്ത് അതിനെ പുതിയൊരു നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള അവസരമാണ് ഇവിടെ ഈ പ്രതിയോഗികൾക്ക് തളികയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അതിനോടാണ് വിഷമമുള്ളത്. എനിക്ക് അതിനോട് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത്. അല്ലാതെ ഈ നാട്ടിൽ നടക്കുന്ന മതേതരത്വം നന്ദകുന്തിരിക്കം എന്നൊക്കെ പറഞ്ഞാണ് അപഹസിക്കുന്നത്. അതായത് ഇതുവരെ അവരെ കൊണ്ടു നടന്നിരിക്കുന്ന ആളുകൾ തന്നെയാണ് അവരെ ഈ രീതിയിൽ അപഹസിക്കുന്നത്. പിന്നെ പറഞ്ഞ 10-25 വർഷമായി അവർ ഈ നാട്ടിലുണ്ട്. ഈ നന്ദഗോവിന്ദം ഭജൻസ് 2000-ൽ തുടങ്ങിയ പരിപാടിയാണ്. 25 വർഷം, 4 നൂറ്റാണ്ട്, ചെറിയ കാലമൊന്നും അല്ലാതെ അവരെ വളരെ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് വളർന്നത്. ഇപ്പൊ പിന്നെ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ബേലൂർ മഠം വരെയൊന്നും പോകണ്ട. ഞാൻ കഴിഞ്ഞ എന്റെ ആദ്യത്തെ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞു, ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ക്രിസ്മസ് ആഘോഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.